അതെ, ആ വെളിയിരിക്കുന്ന മയിൽവാഹന ആരുടെ? അറിഞ്ഞില്ലേ? എത്തി. ആരാ? മൂന്നാമൻ. മൂന്നാമനാ? അതേന്നേ, നമ്മുടെ പുതിയ സഹമുറിയൻ. ഓ, നമ്മുടെ റഹീം പറഞ്ഞ പാർട്ടി. ആ ലവൻ തന്നെ ഇവൻ. നാമം അനിരുദ്ധൻ, ജോലി നമ്മുടെ തന്നെ. വയസ്സറിയിച്ചിട്ടില്ല. കണ്ടിട്ടൊരു മര്യാദരാമന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ഛേ, ലാൻഡ് ചെയ്ത സമയത്ത് ഞാനിവിടെ ഇല്ലാതെ പോയല്ലോ. പാർട്ടി എന്ത്? കുളിച്ച് ശുദ്ധിയായിട്ട് താമസം തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് രാഘവേട്ട വിരട്ടി വിട്ടിരിക്കുക. പുതിയ സാറിനെ നമ്മൾക്ക് ബോധ്യപ്പെട്ടു. മുഖശ്രീ കണ്ടിട്ട് തറവാട്ടിൽ പെരുത്ത പറ്റുണ്ട്. അയ്യടാ, പിന്നെ ഞങ്ങളെയൊക്കെ പെരുവഴിയിലല്ലേ പെറ്റിട്ടത്? അല്ല, നമുക്കറിയില്ല. സുസാറിന്റെ പരിപ്പ് അത്ര പെട്ടെന്ന് അവിടെ വേഗം തോന്നുന്നില്ല. ഇതിലും വലിയ ഇനത്തിന് ചിറക് വെട്ടി തൂവൽ പറിച്ച് നിർത്തി പൊരിച്ചിട്ടുള്ളവനാ ഈ ഞാൻ. പിന്നല്ലേ ഈ പാർട്ടി. ആദ്യം ഈ പ്രതിയെ ഞാൻ മുഖതാവിലൊന്ന് കണ്ടോട്ടെ. ആ, കണ്ടോ. അല്ലാശാനെ, ഈ പുതിയ പ്രതിയെ എങ്ങനെയാ ഒന്ന് മെരുക്കിയെടുക്കുക? പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു ഐഡിയ പറഞ്ഞേ. ദ്രോഹി, പാവം വന്നു കയറിയല്ലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് പോരാ നിന്റെ ചവിട്ടും തൊഴിയൊക്കെ. എന്ത് ചെയ്യാനാശാനെ, ഈ പശുവിന്റെയും എരുമയുടെയും തൊഴുത്തിനടുത്താ മൂപ്പിൽ ചെന്നെ തൊട്ടിലേട്ടി വളർത്തിയത്. അപ്പൊ പിന്നെ അതിന്റെ ഇച്ചിരി വാസന കാണാതിരിക്കുവോ? പാർട്ടി വരുന്നുണ്ട്. ഞാൻ ഇച്ചിരി അഭിനയിക്കും, നിങ്ങളെല്ലാം അനുസരിച്ചോണം. ഇവൻ ആരാടേ? ഇവിടുത്തെ പുതിയ താമസക്കാരനാണേ. ആരോട് ചോദിച്ചിട്ടാണേ ഇവരിതിനകത്ത് കയറിയത്? അത് അടിയൻ. അനുസരണയും മര്യാദയും ഇല്ലാത്തവരെ എനിക്കിഷ്ടമല്ലെന്നറിയില്ലേ? അറിയാവേ. ഞാൻ ആരാടേ? ഞങ്ങളുടെ ഗുരുജിയാണേ. ആണല്ലോ. എങ്കിൽ എന്റെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇവിടെ പുറത്തോളാൻ പറ. എന്തൊരു കൊലച്ചതയാണോ ചെയ്തത്? ഈ കൊലത്ത് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ കയറി ചെല്ലുന്നത്? പെട്ടെന്ന് എതിരെ വണ്ടി വന്നപ്പോ ഗട്ടർ കണ്ടില്ല. നോക്കി ഓടിക്കണം. ഐ എം റിയലി സോറി. പ്ലീസ്. സോറി. സായിപ്പന്മാരെ അങ്ങനെ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഗുരുജി എനിക്ക് ഇതിനു മുമ്പ് പരിചയമുണ്ടല്ലോ. അല്ല ശരൺ, നമ്മള് വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷം. ഗുരുജി കാലിഞ്ഞോട് നീട്ടിക്കേ. അനുഗ്രഹം വാങ്ങിച്ചോണ്ടാവാൻ തുടക്കം. അയ്യോ, സോറി ആശാനെ, ഞാൻ അറിഞ്ഞില്ല. സത്യത്തില് ഞാൻ സാറിന്റെ കാലിലെ വീണ്ട്. അന്ന് ചെളി തെറിപ്പിച്ച ഷർട്ട് കേടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജോലി എനിക്ക് കിട്ടില്ലായിരുന്നു. എല്ലാവരും അലക്കി തേച്ച ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് ബോർഡിന്റെ മുമ്പില് ഞാൻ മാത്രം. സീസർ ഓൺ ദ വേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു മോട്ടോർ സൈക്കിൾ ഗട്ടറിൽ വെള്ളം തെറിച്ച് അത് സോറി. അങ്ങനെ ബോർഡിന്റെ സഹതാപം നിറഞ്ഞ അറ്റൻഷൻ വീണ് കിട്ടിയപ്പം ഞാനൊരു ഓപ്പണിംഗ് ആക്കി അങ്ങ് ഇടിച്ചു കയറി. അവസാനം ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നപ്പോ രണ്ടു പേർക്ക് സെലക്ഷൻ. ഒന്ന് പേഴ്സണൽ മാനേജർ സ്വന്തക്കാരൻ, പിന്നെയും ഞാനുവാ. അത് ശരി. അപ്പോ ഞങ്ങള് കളരിക്ക് പുറത്ത്, നിങ്ങൾ രണ്ടുപേരും അകത്ത്. അല്ല സാറേ, സമയം വഹിക്കണ്ട. വല്ല വേണമെങ്കിൽ നമ്മൾ പോയിട്ട് വരാം. പൈ കൃത്യസമയത്ത് ഓർമ്മിപ്പിച്ചു. ഈ വാടക വാങ്ങിക്കുന്ന കാര്യത്തിലും കള്ള് വാങ്ങിക്കുന്ന കാര്യത്തിലും പൈക്ക് ഭയങ്കര കൃത്യനിഷ്ഠയാണ്. അപ്പൊ ആശാൻ ഇന്ന് വന്ന ദിവസമല്ലേ? ഇന്നത്തെ ചിലവ് ആശാന്റെ. അത് ഇവിടുത്തെ ഒരു സമ്പ്രദായ. ഒരു ഫുൾ കുപ്പിയുടെ ചില്ലറ ഐശ്വര്യമായിട്ടിങ്ങി കൊടുത്തേ. അത് ശരി. അപ്പോ ഇന്നത്തെ ഏറെ ഞാനാണല്ലേ? ആയിക്കോട്ടെ. പിന്നൊരു കാര്യം, കള്ളു കുടിക്കണമെങ്കിൽ മിറ്റത്ത് കസേര വലിച്ചിട്ടിരുന്ന് കുടിച്ചോളാം. മുറിക്കകത്ത് എല്ലിൻ കഷ്ണമോ സിഗരറ്റ് കുറ്റിയോ എച്ചിലോ ഒന്നും വാങ്ങാൻ എന്നെ കൊണ്ട് വയ്യ. ഉത്തരവ് നമുക്കും പറഞ്ഞിട്ടുണ്ട് ഉത്തരവ്. സാറുമാർക്ക് വരാം. ഇതെന്തോ രാഘവേട്ടാ, കപ്പയും ദോശയോ? അനിയുടെ വക ഇന്നത്തെ പാചകം. ഓഹോ, അപ്പൊ ഞാൻ വെളിയിൽ പോയി കഴിക്കണം എന്നർത്ഥം. ഒന്ന് കഴിച്ചു നോക്കണം സുസാറേ. പാചക കാര്യത്തിൽ അനുസാർ എന്നെ ഔട്ടാക്കുന്ന ലക്ഷണമാണ്. അല്ല ആശാനെ, ആശാൻ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? എനിക്കാണെങ്കിൽ കറിക്ക് ഉപ്പുണ്ടോന്ന് പോലും നോക്കാറില്ല. ഇതൊക്കെ ഒരു കലയാണ്ട മോനെ. നീ പട്ടണത്തിൽ വളർന്നവനായതുകൊണ്ട് വീട്ടിലെ ഡൈനിങ് ഹാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്ത് അടുക്കള നമ്മുടെ സ്ഥലമുണ്ട്, അത് കണ്ടു കാണില്ല. നമ്മൾ പിന്നെ നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട് മുത്തശ്ശിയുടെ പുറകെ ചുറ്റി നടന്ന് ചിലരെ പാചകങ്ങളൊക്കെ പഠിച്ചെടുത്തു. എന്തായാലും അനിയുടെ പെണ്ണും പിള്ള ഭാഗ്യമായിരിക്കും.
അടുക്കള വേണം ആശാനം ഏറ്റെടുത്തോളൂല്ലോ. അത് മനസ്സിൽ വെച്ചരാശാനെ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന മഹിളാരത്നം ഏതവളായിരുന്നാലും ശരി, അവൾ അടുക്കളയിട്ട് മുക്കറയടിക്കും ഞാൻ, അത് വേറെ കാര്യം. അല്ല, ചെറിയ തോതിലൊരു ഹെമ്പക്കടായിട്ടിരിക്കുന്നതും സുഖമുള്ളൊരു കാര്യമാണ്. അയ്യോ, ആശാൻ അങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. വേഗം കഴിച്ചേ, ഓഫീസിൽ പോകാൻ സമയമായി. രാഘവേട്ടോ, വൈകിട്ട് കോഴി റെഡിയാക്കണം, മറക്കല്ലേ. ഓഹോ, ഉണ്ടാക്കി വെച്ചേക്കാം. കേട്ടോ. ശരി 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 ശരി.